അർത്ഥശങ്കക്കിടയില്ലാതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ ചെയ്തത് ആ കുടുംബത്തെയും കൂടെ അങ്ങേയറ്റം ജീവിക്കാൻ അനുവദിക്കാത്ത നിലയിലുള്ള സ്റ്റേറ്റ്മെന്റാണ്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താ, നാളെ ഗാന്ധി സ്ക്വയറിൽ സമരം പ്രഖ്യാപിച്ചവരെ അകപ്പെടും തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതിൽ പെടും, അകപ്പെടും എന്ന രൂപത്തിൽ. എന്താ അതിനർത്ഥം? ആ കുടുംബമാണ് ഇതിന്റെ കാരണം. അത് കഴിഞ്ഞിട്ട് പറയുന്നു പീഡിപ്പിച്ചാണ് എന്നുള്ളത്. രണ്ടും കൂടെ ഒന്നിച്ച് പറയുമ്പോൾ ആ കുടുംബം പീഡിപ്പിച്ചു എന്ന നിലയിൽ തന്നെയാണ് അവർ സ്റ്റേറ്റ്മെന്റ് സൂക്ഷ്മമായി പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. നിങ്ങൾ നോക്കൂ, ഉത്തരവാദിത്തപ്പെട്ടൊരു മുന്നണിയുടെ നേതൃത്വമല്ലേ പറയുന്നു. യഥാർത്ഥത്തിൽ ആ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള IC ബാലകൃഷ്ണൻ കാരണമാണ് അവിടെ NM വിജയനും അദ്ദേഹത്തിന്റെ മകനും മരണപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പോലീസ് സമഗ്രമായി അന്വേഷിച്ച് പ്രതി ചേർക്കപ്പെട്ടതാണ്. എന്നിട്ട് ഈ കുടുംബത്തെ കൂടെ വീണ്ടും വീണ്ടും വേട്ടയാടുകയാണ്. യഥാർത്ഥത്തിൽ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി ഈ കുടുംബത്തെ കൂടെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ദയവുമില്ലാത്ത നിലപാടാണ് യഥാർത്ഥത്തിൽ UDFന്റെ നേതൃത്വം ഇന്ന് പത്രസമ്മേളനത്തിൽ അവരുടെ ക്രൂരമുഖമാണ്. UDFന്റെ ക്രൂരമുഖമാണ്. മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ക്രൂരമുഖമാണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നത്. ഇത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾക്കിടയിൽ ഈ കാര്യങ്ങളെല്ലാം കാണുന്നു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബാലറ്റിലൂടെ ഇത്തരം പ്രസ്താവനകൾക്കും മനുഷ്യർക്ക് വില കൽപ്പിക്കാത്ത ഇത്തരം നിലപാടുകൾക്കുമെതിരെയുള്ള വിധിയെഴുത്തു കൂടിയായി ഇത് മാറും. ആ കുടുംബത്തിന് ഈ രൂപത്തിൽ അവഹേളിച്ച് ആ കുടുംബത്തെ ഇങ്ങനെ ആ കുടുംബത്തെ കൂടെ മരണത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയുള്ള നിലപാട് UDF സ്വീകരിച്ചാൽ പൊതുസമൂഹം അവരെ സംരക്ഷിക്കും.